നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രണവ് മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുമ്പോ CKസിന്റെ ഡോക്യുമെന്റ്സ് വിട്ടുകൊടുക്കൂലെന്നും പറഞ്ഞ് വാശി പിടിച്ചവരല്ലേ നിങ്ങള്? പ്രണവേ, ആ ഡോക്യുമെന്റ്സ് കൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞതിന് അതിന്റേതായ കാരണങ്ങളുണ്ട്. കൂടുതൽ വർത്താനൊന്നും ഇങ്ങോട്ട് പറയണ്ട. എല്ലാരും കയ്യിലിരിപ്പ് എനിക്ക് മനസ്സിലായി. എടമോനെ, വെറുതെ തെറ്റിദ്ധരിച്ച് വേണ്ടാത്ത പറയല്ലേ. ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടായാലും ശരി നിന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അതും എടുത്തോണ്ട ഗൗതമ നിധിയും രണ്ടാമത് പോയത്. അതൊക്കെ അഭിനയമല്ലേ ആന്റി. ആന്റി അല്ലാതെ ഇതൊക്കെ വേറെ ആരെങ്കിലും വിശ്വസിക്കൂ? പ്രണവിനെ തട്ടിക്കൊണ്ട് പോയവര് വസുന്ധരേനെ വിളിച്ചിട്ട് ആ ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ്സ് കൊടുക്കാനായിരുന്നെങ്കിൽ ഞങ്ങളെ വിളിച്ച് അവന്മാരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറയില്ലായിരുന്നോ? അവരുടെ നമ്പർ ചോദിക്കാനായി ഞാൻ ആന്റിയെ വിളിച്ചതല്ലേ. അപ്പൊ എന്തിനാ എന്റെ കോള് കട്ട് ചെയ്ത് കളഞ്ഞത്? ഞാനൊന്നും ഫോൺ കട്ട് ചെയ്തില്ല. വീണ്ടും വീണ്ടും ഓരോ ഉടായ്പ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വരില്ലേ രണ്ടുപേരും? എങ്ങോട്ടോ രണ്ടെണ്ണം കൂടെ കറങ്ങാൻ പോയിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് തിരിച്ചു വന്നിരിക്കുക. എടാ, നിനക്കെന്നെ നന്നായിട്ട് അറിയില്ലേ? ഈ കാണുന്ന സ്വത്തുക്കളും വകകളും ഒന്നും എനിക്ക് നിന്നേക്കാൾ വലുതല്ല. നിന്നെ തട്ടിക്കൊണ്ടു പോയവര് വസുന്ധരാമയുടെ ഫോണിലേക്ക് വിളിച്ച് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടതിൽ ഒരു ലോജിക്കും ഇല്ല. എന്തോ ഒരു സംശയം മണക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ഇപ്പോഴും ഈ തട്ടിക്കൊണ്ടു പോകലിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ച് കളയാന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അതിന് നടക്കത്തില്ല. ആ കാലമൊക്കെ മല കയറിപ്പോയി. നിങ്ങളുടെ രണ്ടുപേരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും എന്നെ അന്വേഷിച്ച് ഇറങ്ങിയെന്ന് പറയുന്നത് പോലും നല്ല ഒന്നാന്തരം നാടകവും ബോധ്യപ്പെടുത്തലും ആണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. പ്രണവേ, ഓരോന്ന് വിളിച്ചു പറഞ്ഞ് വെറുതെ ശത്രുത കൂട്ടാൻ നോക്കല്ലേ നീ. അല്ലല്ലോ, അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വായ അടപ്പിക്കാനായിട്ട് വരും, തല്ലും. അമ്മയുടെ ഈ മകനും മരുമൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കൃത്യസമയത്ത് ശിവാനി അവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു? ഇവക്ക് എന്തെങ്കിലും ആപത്ത് പോലും വരുമെന്ന് ചിന്തിക്കാതെയാണ് ഇവൾ അവിടേക്ക് വന്നു കയറിയത്. അറിയോ അമ്മയ്ക്ക്? ഇപ്പൊ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. ഈ കുടുംബത്തിൽ എന്റെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആരും കാണത്തില്ല. എന്നെ സഹായിക്കാനും ആരും കാണത്തില്ല. സ്നേഹിക്കാനും ഒരാളില്ല. പ്രണവേ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക. നിർത്ത് ശിവാനി. ഇനി ഇവരുടെ വാക്കേട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ന്യായീകരണക്കാരാ. ചെയ്ത തെറ്റുകളെയൊക്കെ ന്യായീകരിച്ച് എന്നെ ബോധിപ്പിക്കാനുള്ള ശ്രമം മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. ഞാൻ അനുഭവിച്ച വിഷമത്തിന് എന്നെ ആശ്വസിപ്പിക്കാനോ നീ കാണിച്ച ധൈര്യത്തിന് നിന്നെ അഭിനന്ദിക്കാനോ ഒരാളും കാണത്തില്ല. വാ, നമുക്ക് മുറിയിലോട്ട് വാ. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ ഭഗവാന്. പ്രണവിനെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷിക്കണോ, അതോ പതുക്കെ പതുക്കെ ഈ കുടുംബം തകർന്ന് വേർപിരിയാൻ പോകുന്നതോർത്ത് സങ്കടപ്പെടണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഭഗവാന്. അമ്മ സമാധാനപ്പെടും. നമുക്ക് മുറിയിലേക്ക് പോവാം. അമ്മ വാ. ഒന്ന് നിന്നേ. ആരാപ്പ വിളിച്ചത്? അത് പിന്നെ ഒരു പ്രൊമോഷണൽ കോളായിരുന്നു. ഓ, അങ്ങനെയായിരുന്നോ? ഏയ് ഗൗതം, കൃത്യസമയത്ത് തന്നെ സുഹൃത്ത് വിളിച്ചല്ലോ. ഇത്തവണത്തെ പ്ലാൻ പരാജയപ്പെട്ടു പോയെന്നും അടുത്ത തവണ അതൊരു വിജയത്തിൽ എത്തിക്കാമെന്നും പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കും അല്ലേ? എന്തായിരുന്നു നിങ്ങൾക്കിതിലുള്ള റോള്? ഗൗതം പ്ലീസ്, എനിക്കിതൊന്നും അറിയില്ല. CKC വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചതായിരിക്കും. ഓക്കെ, സമ്മതിച്ചു. എങ്കിൽ പിന്നെ അതൊരു പ്രൊമോഷണൽ കോളാണെന്ന് എന്തിന് എന്നോട് കള്ളം പറയണം? എന്തേ, മറുപടി ഇല്ലേ? ആഹാ, നിങ്ങളുടെ പാർട്ട്ണർ വിടുന്ന ലക്ഷണമില്ലല്ലോ. ഇരിക്കപ്പുറത്തി ഇല്ലാതെ വിളിക്കുക. ഞാനേ
അറ്റൻഡ് ചെയ്ത് സ്പീക്കർ ഫോണിലിട്ട് തരാം. ഏയ് സംസാരിക്കും. എന്തിനാ സിക്കേസ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? അത് വസുന്ധര. ദേ, ആദ്യം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. നിങ്ങൾ എന്തിനാ പ്രണവിനെ പിടിച്ചോണ്ട് പോയത്? ഈ വീട്ടിലെ ഓരോ അംഗങ്ങളോടും എനിക്കുള്ള സ്നേഹം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അവരുടെ ദേഹത്ത് കൈ തൊട്ടാ എനിക്ക് സഹിക്കില്ല. എന്തൊക്കെയാ വസുന്ധര പറയുന്നത്? ഞാൻ പ്രണവിനെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഗൗതമും നിധിയും കൂടി ACP ഓഫീസിൽ വെച്ച് അത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. മതി, നിർത്ത്. എല്ലാം എനിക്കറിയാം. നിങ്ങൾ ചെയ്തതല്ല അതെങ്കിൽ പിന്നെ ആ ഗുണ്ടകൾ എന്തിന് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വിളിച്ച് ആവശ്യപ്പെടണം? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലിൽ എന്റെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. മതിയായോടാ? ഇപ്പൊ നിനക്ക് സമാധാനം ആയല്ലോ? ഈ ഒരു വർത്തമാനം കൊണ്ടൊന്നും ഞാൻ നിങ്ങളെ വിശ്വസിച്ചു എന്ന് കരുതണ്ട. എന്നെങ്കിലും ഒരിക്കൽ ഇനിയും നിങ്ങൾ സർവ്വ തെളിവുകളോടെയും എന്റെ കയ്യിൽ വന്ന് പെടും. അന്ന് അവസാനിപ്പിക്കുമല്ല. എല്ലാം എന്ന് പറഞ്ഞ എല്ലാം. നല്ല വേദനയുണ്ട് പ്രണവേ. സാരമില്ല, പതുക്കെ പിടിച്ചാൽ മതി. ദ്രോഹികൾ ഒരുപാട് ഉപദ്രവിച്ചു പ്രണവിനെ. ഒരു 5 മിനിറ്റ് കഴിയട്ടെ. വെള്ളം കുറച്ചൊന്ന് തണുക്കട്ടെ, ഭയങ്കര ചൂട്. എങ്കിലേ ഞാൻ ഈ നെറ്റിലെ മുറിവിലും മരുന്ന് വെച്ചുതരാം. ഈ ഓയിൽമെന്റ് എവിടെ നിന്ന് കിട്ടി? ഇത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ വിളിച്ചു പറഞ്ഞ് വാങ്ങിപ്പിച്ചതാ. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ഗുണ്ടകളെ തട്ടിക്കൊണ്ടുപോയി തല്ലി ചതച്ചു. പുറം ലോകം അറിയുന്ന നാണക്കേടല്ലേ? കുറച്ച് മരുന്നേ എന്റെ ആ നെറ്റിയിലെ ചതവിനോട് പരട്ടിക്കോ. ഇവിടെയാണോ? അല്ല, കുറച്ചുകൂടെ പുറത്തോട്ട്. ഇവിടെയോ? ഞാൻ വരട്ടി തരാം.